ഹായ് എല്ലാവർക്കും മലയാക്കാസ് കിച്ചൻ വേളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് കൈപ്പയ്ക്ക മീൻകറിയാണ് കേട്ടോ. മീൻകറി പോലെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. കൈപ്പയ്ക്ക മീൻകറി വെക്കാനായിട്ട് ഒരു കൈപ്പയ്ക്കത് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളത് ചെറിയ ചെറിയ പീസുകളായിട്ടാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാങ്ങയാണ് ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഒരു മാങ്ങയാണ് എടുത്തേക്കണേ. പുളി കുറവാണെങ്കിൽ സ്വല്പം തക്കാളി കൂടി ആകുമ്പോൾ പുളിക്ക് കുഴപ്പം വരില്ല. അപ്പോൾ ഒരു മാങ്ങ നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളതിലേക്ക് കാച്ചാനായിട്ടുള്ള ഉള്ളിയാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഒരു 5-8 ഉള്ളി എടുത്തിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നാളികേരപ്പാലാണ് ചേർത്ത് വെച്ചത്. അപ്പോൾ ഒരു മുറി നാളികേരപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു സബോള സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 4 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെച്ചിട്ടുണ്ട്. വേപ്പിൻ്റെ ഇല വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് കൈപ്പയ്ക്ക ഉണ്ടാക്കണ കറി വെക്കാനുള്ള സാധനങ്ങൾ. ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീലിൻ്റെ ചട്ടിയാണ് എടുത്ത് വെച്ചേക്കണം. അതിലേക്ക് നമുക്ക് കൈപ്പയ്ക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ അരിഞ്ഞ് വെച്ചാൽ കൈപ്പയ്ക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ സാധാ മുളക് പൊടി നിറച്ചാണ് എടുത്തേക്കണം കേട്ടോ. അതേപോലെ പിന്നെ നമ്മൾ ഇതിൽ കളർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. മാങ്ങ ഞാൻ ഇപ്പം ഇടുന്നില്ല. കൈപ്പയ്ക്ക ഒന്ന് തിളച്ചതിന് ശേഷം വേണം നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാൻ. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. നമുക്കിത് കൈ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതേപോലെ നല്ല പോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കൈപ്പയുടെ കനപ്പൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത് പോയി കിട്ടും. നന്നായി ഇതേ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റാം കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മൂടിക്ക് നോക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതേ ഇളക്കി വെച്ച നാളികേരപ്പാൽ വെച്ച് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കട്ടെ. നാളികേരപ്പാലായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്റ്റൗവൊക്കെ കത്തിച്ച് മൂടി വയ്ക്കാം കേട്ടോ. നമ്മുടെ കൈപ്പയ്ക്ക കറി നല്ലപോലെ തിളച്ച് കിട്ടാം. അപ്പോൾ ഇതിലേക്ക് നമുക്കിത് ഈ മാങ്ങയാണ് ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. മാങ്ങയൊക്കെ വെന്തതിന് ശേഷം നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാം കേട്ടോ. അതായത് നമുക്ക് മൂടിയൊക്കെ തുറന്നിട്ടേ നമ്മുടെ മാങ്ങയ്ക്ക് വെന്തോന്നൊക്കെ നോക്കാം. അതിൻ്റെ ഒപ്പം തന്നെ പുളിയും ഉപ്പൊക്കെ ഉണ്ടോ നോക്കാം കേട്ടോ. അതേ മാങ്ങ വേവായിട്ടുണ്ട്, നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഉപ്പും പുളി നോക്കാം. കറിയിൽ നമ്മൾ പുളിയും ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ടാണ്. അപ്പോൾ ആ പുളിയും ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിലാണ് ഉള്ളത്. അപ്പം നമ്മളിതേ ഉള്ളി കാച്ചൊഴിക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉലുവ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ല പോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവൊക്കെ ഓഫ് ആക്കിയിട്ട് ഇതെടുത്തിട്ട് നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ കൈപ്പയ്ക്ക മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ നടിക്കുക കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റാ ബൈ ബൈ.